ഒരു കാരണവശാലും പൊരി വെയിലത്ത് നിർത്തരുത്. കാരണം ഇച്ചിരി കുറച്ചെങ്കിലും അല്പമെങ്കിലും തണൽ വേണം. കാരണം അതിൻ്റെ ശരീരം ചൂടാണ്. വെയിലൂടെ അടിച്ച് കഴിയുമ്പോഴത്തേക്ക് കഴിഞ്ഞാൽ ശരീരം ശരിക്കും നല്ല വെയിലത്ത് മാത്രം കെട്ടി കഴിഞ്ഞാൽ ശരീരം ശരിക്കും ക്ഷീണിച്ചു പോകും. അപ്പം നമ്മളെപ്പോഴും വെള്ളമാണ് പോത്തിന് വേണ്ടത്. പോത്തിന് പുതിയ റോഡിലേക്ക് സ്വാഗതം. ഇത് ഞാൻ അഴിക്കാനായിട്ട് വന്നപ്പോൾ അവൻ്റെ അടുത്ത് ചേർന്ന് വന്നിട്ടുണ്ട്. ഇവിടെ മഞ്ഞ കിട്ടുന്ന പുല്ല് ഏതായാലും കടിച്ചു കുറച്ച് തിന്നുന്ന ഒരാളാണ് നമ്മുടെ മണിയൻ. അവന് ഭയങ്കര എന്ന് വെച്ചാൽ സാധാരണ രീതിയിലൊന്നുമല്ല, പുള്ളിക്കാരന് ഭയങ്കര സ്നേഹമാണ്. നമ്മളെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പുള്ളി ആ പ്രദേശത്തിന് സൗണ്ട് കേട്ടാൽ അപ്പോൾ ഓടി ഇങ്ങ് വരും. വേറെ ഒന്നും നോക്കൂല. തീറ്റയൊന്നും പുള്ളിക്ക് പ്രശ്നമില്ല. ഓടി ചാടി അടുത്തേക്ക് അങ്ങ് വരും. അപ്പോൾ നമ്മളിവിടെ മൊത്തത്തിൽ നോക്കി കഴിഞ്ഞാൽ പുല്ല് ഇപ്പം ചൂടുകാലാവസ്ഥയാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. പുല്ലൊക്കെ മൊത്തത്തിൽ കുറവാണെന്നാൽ കിട്ടുന്ന പുല്ല് ഏതായാലും പുള്ളിക്കാരന് കടിച്ച് കുറച്ച് തിന്നോളും. ഒരു 3-4 ദിവസമായിട്ട് എനിക്കൊരു ചെറിയ പനിയും ചെറിയ മേൽനൊമ്പരൊക്കെയാണ്. സൗണ്ടിന് ചെറിയ പോരായ്മകളൊക്കെ ഉണ്ട്. എല്ലാവരും ഒന്ന് ക്ഷമിക്കുക. അപ്പോൾ എല്ലാവർക്കും പോത്തുകളെ വളർത്തുമ്പോഴത്തേക്ക് പാടം അല്ലെങ്കിൽ കുളമോ ഇല്ലെങ്കിൽ എന്താണ് ചെയ്യാന്നുള്ളൊരു ഫീഡ് മാത്രമാണ് എല്ലാവർക്കും. നമ്മൾ ഇവിടെ ഈ കമ്പിയിലാട്ടോ കെട്ടിയേക്കുന്നത്. നല്ല സ്ട്രോങ് ബെൽറ്റിൻ്റെ അവിടെ കെട്ടിയിട്ട് വേറൊന്നുമാരെ അഴിച്ചുകൊണ്ട് പോകുന്നില്ല. അതിനാണ് ഇത് ആ മരത്തിൽ, ആ തേക്കിൻ്റെ ഒരു മരത്തിലാണ് കെട്ടിയേക്കുന്നത്. ഇവിടെ പുല്ല് കുറവായതുകൊണ്ട് ആ പാടെ വയറൊക്കെ ഒട്ടിയിരിക്കുവാണ്. നമുക്കിനി ഒരു 1 മണിക്കൂർ ഒന്ന് തീറ്റിച്ച് ഞാൻ വയറ് ഫുള്ളാക്കാം. നമുക്ക് പാടത്തിലോ കുളത്തിലോ ഒന്നും പോത്തിന് കിടന്ന് നിർബന്ധമൊന്നുമില്ല. രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടും ഒന്ന് നന്നായിട്ടൊന്ന് ശരിക്കും നനച്ച് വിട്ട് കഴിഞ്ഞാൽ പോത്തിന് അത് മതി. കാരണം പോത്തിൻ്റെ ശരീരം എപ്പോഴും ചൂടായ ശരീരമാണ്. ഇവിടെ മൊത്തം ഇപ്പോൾ പുല്ല് തീരെയില്ല. നമ്മുടെ വിമാനം കൊണ്ട് അത് ഈ സൈഡൊക്കെ പുല്ല് തീറ്റിക്കാൻ വേണ്ടി അത് കഴിഞ്ഞ് റൗണ്ട് അടിച്ച് വീട്ടിലേക്ക് പോകും. പോത്തുകളെ ഒരിക്കലും ഒരു കാരണവശാലും പൊരി വെയിലത്ത് നിർത്തരുത്. കാരണം ഇച്ചിരി കുറച്ചെങ്കിലും അല്പമെങ്കിലും തണൽ വേണം. കാരണം അതിൻ്റെ ശരീരം ചൂടാണ്. വെയിലൂടെ അടിച്ച് കഴിയുമ്പോഴത്തേക്ക് കഴിഞ്ഞാൽ ശരീരം ശരിക്കും നല്ല വെയിലത്ത് മാത്രം കെട്ടി കഴിഞ്ഞാൽ ശരീരം ശരിക്കും ക്ഷീണിച്ചു പോകും. അപ്പം നമ്മളെപ്പോഴും വെള്ളമാണ് പോത്തിന് വേണ്ടത്. പോത്തിൻ്റെ വളർച്ച തന്നെ വെള്ളത്തിലാണ്. അപ്പം വെള്ളത്തിലിടാൻ പറ്റുന്നുണ്ടോ വെള്ളത്തിലിടുക, അല്ലെങ്കിൽ ഒരു 3 പേരെങ്കിലും കുറഞ്ഞ് നനച്ചു കൊടുക്കുക. തണൽ പ്രദേശത്തായിട്ട് കെട്ടിയെടുക്കുക. നമ്മൾ ഒറ്റ നേരമെങ്കിലും കൈത്തീറ്റയും കൊടുക്കുക. കൈത്തീറ്റ കൊടുത്താലേ നമ്മുടെ പോത്ത് ശരിക്കും കയറി വരത്തുള്ളൂ. പുല്ല് മാത്രം തിന്നുകൊണ്ട് നമ്മുടെ പോത്തുകൾക്ക് അങ്ങനെ ഇറച്ചി അങ്ങ് കയറത്തില്ല. നല്ലതുപോലെ ധാരാളം തീറ്റകളുണ്ട്. നമ്മൾ ഇമാരുടെ ഇവിടെ തീറ്റിച്ച് കഴിഞ്ഞാലും കയറുപിടിപ്പിച്ചു മാത്രമേ തീറ്റിക്കാറുള്ളൂ. നമ്മൾ ഒരു പോത്തായാലും ഒരു 5 പോത്തായാലും കൊണ്ടുവിടുന്ന ഒരെണ്ണത്തിന് മാത്രം നോക്കിയാൽ മതി. ബാക്കിയെല്ലാം അതിൻ്റെ പുറകെ തന്നെ അതൊക്കെ നിന്നോളും. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പം നമ്മുടെ ഒരു സബ്സ്ക്രൈബർ നമ്മൾ വിളിച്ചിരുന്നു കഴിഞ്ഞ ദിവസം. അപ്പോൾ അതേപോലെ പുള്ളിക്കാരനും 5 എണ്ണത്തിന് 4 എണ്ണത്തിന് മേടിച്ചിരുന്നു. ഇപ്പം നിലവിൽ ഒരെണ്ണമുള്ളൂ. കൊണ്ടു നടക്കാനുള്ള ബുദ്ധിമുട്ടാണെന്നാണ്. പക്ഷേ നമുക്ക് വേറെ വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നടക്കും. നമ്മൾ ഒരെണ്ണം നോക്കിയാലും 5 എണ്ണം നോക്കിയാലും ഒരേപോലെ തന്നെ. ഒരെണ്ണത്തിന് നോക്കിയാൽ മതി, ബാക്കി അതിൻ്റെ പുറകെ തന്നെ വന്നോളും. പിന്നെ പാടം ഉണ്ടെങ്കിൽ പാടത്തിൽ തന്നെ നിർത്തിയെന്നോർത്ത് കുഴപ്പമൊന്നുമില്ല. പോത്തുകളാകുമ്പോഴത്തേക്ക് വലിയ അസുഖങ്ങൾക്കൊന്നും പ്രതിരോധ ശക്തി പോത്തുകൾക്ക് കൂടുതലാണ്. അപ്പം അങ്ങനെ ഒരു വിഷയം വരുന്നില്ല. പിന്നെ ചെറിയ പോത്തുകളാകുമ്പോഴത്തേക്ക് ഒരുപാട് മഴ പോലെയുള്ള നനഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. അതിന് പനി എപ്പോഴും വരാനുള്ള ചാൻസ് കൂടുതലാണ്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. പുല്ല് കുറവായതുകൊണ്ട് നമ്മൾ കെട്ടുന്ന സ്ഥലത്ത് സാധാരണ പുല്ല് കുറവാണ്. അപ്പോൾ അതുകൊണ്ട് വളരെ വയറ് കാലിയായിട്ട് തന്നെയാണ്. ചെറുതായിട്ട് കഴിച്ചിട്ടുണ്ട്. പക്ഷെ എന്നാലും ഇതേപോലെ വൈകിട്ടൊന്ന് നടത്തി തീറ്റിക്കുകയാണെങ്കിൽ അമ്മമാരെ കാല് വിടും. വയറും നിറച്ച് നമ്മൾ വീട്ടിലേക്ക് സാധാരണ കൊണ്ടുപോകണം. ഇതിൻ്റെ കൂടെ തന്നെ ഇങ്ങനെ നടന്നോളൂ. അപ്പോൾ ഇവരിനെ ഒന്ന് പിടിച്ചാൽ മതി. കാരണം വേറെ ആരും അടുത്തേക്ക് വന്ന് ചിലപ്പം മൂക്കൊക്കെ ഒന്ന് ചീറ്റാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ചെറുതായിട്ട് മഴയൊക്കെ ഒന്ന് പൊടിയുന്നതൊക്കെ ഉണ്ട്. പക്ഷെ പെയ്യുമോ എന്നുള്ളത് അറിയില്ല. പോത്ത് സംബന്ധമായ ഏതൊരു സംശയങ്ങൾക്കും നമ്മുടെ വാട്സപ്പ് നമ്പർ ഇതിൽ ചേർക്കുന്നതാണ്. എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വിളിക്കുക.
വാട്സാപ്പ് നമ്പർ ചേർക്കുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.